ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് റിവ്യൂ ആണ്. വാസ്തവത്തിൽ ഞാൻ ഇന്ന് ലൈവ് സെക്ഷൻ കുറച്ച് ഭാഗമേ കണ്ടുള്ളൂ. ഭയങ്കര ബോറിംഗ് ആയതുകൊണ്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതിൽ എപ്പിസോഡിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ, അതായത് ഒന്ന് അനീഷിൻ്റെ ആ ഒരു ടോക്സിക് പേഴ്സണാലിറ്റി, സെക്കൻഡ് തിങ് ഷാനവാസുമായിട്ടുള്ള ഒരു ഫൈറ്റ്. ഇന്ന് അത്ര ഇമ്പോർട്ടൻസേ അതിനുള്ളൂ. മറ്റൊന്നും അതിനകത്തൊന്നും ഫീൽ ചെയ്തില്ല. സ്ത്രീകളുടെ ഒരു വിമൺ കാർഡ് ഇറക്കുന്ന രീതി, അതുകൊണ്ട് തന്നെ വലുതായിട്ടൊന്നും ഇന്നത്തെ സീസണിൽ ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ ലൈവിലൊക്കെ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടായിരിക്കാം. തുടക്കത്തിൽ തന്നെ അനീഷും ബിന്നിയും തമ്മിലുള്ള ഒരു ഫൈറ്റ് കിച്ചണി നടക്കുന്നുണ്ട്. അപ്പോൾ ബിന്നിയായിട്ടാണോ അനീഷ് ഫൈറ്റ് ചെയ്തതെന്ന് നമുക്ക് കറക്റ്റ് ഓർമ്മയില്ല. പക്ഷെ ഇവർ തമ്മിൽ പറയുമ്പോൾ അനീഷ് മിക്കവാറും ആ പെണ്ണുങ്ങൾക്കൊക്കെ എല്ലാവരും എഗൻസ്റ്റ് ആണ്. എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായേക്കുന്നു, പെണ്ണുങ്ങളെല്ലാം കൂടെ ഒറ്റക്കെട്ടായേക്കുന്നു തോന്നുന്നു. എല്ലാവരും കൂടെ ചേർന്ന് പറയുന്നു. പക്ഷേ ജിസയിൽ കുറച്ച് മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നത് ഫാമിലി വന്നതിന് ശേഷം പിന്നെ എനിക്ക് ഭയങ്കര പ്രോബ്ലംസ് ആണ്, ഞാൻ സ്റ്റോർ റൂമിലേക്ക് ഓടി പോകുന്നതിന് പ്രശ്നം, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് പുള്ളി ഇത് റിപ്പീറ്റ് ചെയ്യാണ്. ഇത് റിപ്പീറ്റേഷൻ ഒറ്റ കാര്യം കൊണ്ടാണ് ഞാൻ ഈ എപ്പിസോഡ് തന്നെ സ്കിപ്പ് ചെയ്യുന്നത്. കാണാൻ താല്പര്യമില്ല. കാരണം അനീഷ് ഇത് പറഞ്ഞ് വീണ്ടും ഇത് തന്നെ പറഞ്ഞ് എന്തൊരു ശല്യമാണെന്ന് ഓർത്ത് നോക്കിയാണ്. അയാൾക്ക് എന്ത് മെൻ്റൽ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നും. അമ്മാതിരിയാണ് അയാൾ കിടന്ന് പെർഫോം ചെയ്യുന്നത്. പിന്നെ ഷാനവാസുമായിട്ടുള്ള ഇഷ്യൂ. ഷാനവാസ് ഒരു ഫാമിലി മാനാണ്. തീർച്ചയായിട്ടും അയാൾക്ക് സ്ത്രീകളോട് ബഹുമാനമാണ്, സ്ത്രീകളെ നന്നായി പരിഗണിക്കുന്നവനാണ്. ഏത് സിറ്റുവേഷനിലുള്ള ആൾക്കാരെയും അയാൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ആദില നൂറയെ പോലുള്ളവരെ അയാൾ വളരെ കെയർഫുൾ ആയിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. എല്ലാവരോടും ഒരു പരിഗണന അയാൾ വെക്കുന്നുണ്ട്. ജിസേലിനോട് നന്നായി തന്നെ പെരുമാറുന്നുണ്ട്. ആരോടും പെൺകുട്ടികളോട് അയാൾ ഒരു മോശം പറഞ്ഞ് എനിക്കൊരു അനുഭവമില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വിഷയം വിമൺ കാർഡ് ഇറക്കിക്കൊണ്ട് ബിന്നി കാണിച്ചൊരു കുത്തിത്തിരിപ്പാണ്. ബിന്നിയുടെ ഹസ്ബൻഡ് വെറും ഒരു എന്താ പറയണേ ഹാൻഡ് പെക്ഡ് ആണ് എന്നുള്ളതിൻ്റെ തെളിവായിരുന്നു 3-4 ദിവസം അവിടെ നിന്നിട്ടും അയാൾക്ക് അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റാതിരുന്നത്. ബിന്നിക്ക് ഇപ്പോൾ ഒരു മാറ്റമുണ്ട്. ഈ നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, കുതിരയ്ക്ക് കൊമ്പും പുഴുക്കാലട്ടയ്ക്ക് കണ്ണും കൊടുക്കത്തില്ല, ആനയ്ക്ക് വലിയ കണ്ണും കൊടുക്കില്ല എന്നും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ലോകം നശിപ്പിച്ച് കളയും. ഇവറ്റുകൾക്കുള്ള കഴിവിന് ഇവറ്റുകൾക്ക് എന്തെങ്കിലും ഒരു പോരായ്മ കൊടുക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. എന്തായാലും കൊത്തലച്ചി ബിന്നി ഭയങ്കര കുത്തിത്തിരിപ്പാണെന്ന് മനസ്സിലാക്കാൻ നിസ്സാര സമയം മതിയായിരുന്നു. ഇന്ന് ചെയ്തുണ്ടല്ലോ, ഇവളെ വിശ്വസിച്ച് കൂടെ നിർത്താനേ പറ്റത്തില്ല. ഇവൾ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. കാരണം അത്രത്തോളം വലിയ നുണയാണ് ഇന്ന് അവൾ പ്രചരിപ്പിച്ചത്. അത്രയും ക്യാമറയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് പോലും ഇത്രയും വലിയൊരു നുണ പറയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവൾ എത്രത്തോളം നുണ ഒരു കുടുംബത്തിൽ സംസാരിക്കും എന്നുള്ളത് ചിന്തിക്കാവുന്നതും ഊഹിക്കാവുന്നതേ ഉള്ളൂ. വിഷയം എത്രയേ ഉള്ളൂ. ഷാനവാസിന് പിന്നെ ജയിൽ നോമിനേഷൻ കിട്ടുന്നു. ഷാനവാസും അനീഷും ജയിലിലേക്ക് പോവുകയാണ്. അപ്പോൾ ജയിലിലേക്ക് പോകുന്ന ഷാനവാസിനെയും അനീഷിനെയും പിന്നെ കളിയാക്കിക്കൊണ്ടാണ് അക്ബർ അവിടെ കൊണ്ടാക്കുന്നത്. അക്ബർ ഭയങ്കരമായിട്ട് ഒരുമാതിരി പാട്ടൊക്കെ പാടി കളിയാക്കിയാണ് രണ്ടുപേരെയും കൂടെ അവിടെ കൊണ്ടാക്കുന്നത്. നല്ല കാര്യം, അതൊന്നും കുഴപ്പമില്ല. ഇത്തിരിയൊക്കെ ബുള്ളിങ് ഒക്കെ ഉണ്ടാകും. അവിടേക്ക് പോകുമ്പോൾ ചിരിച്ചുകൊണ്ട് പോകുന്നുണ്ടെങ്കിലും ഷാനവാസിന് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാവും. ആ ചിരിക്കകത്ത് ഒരു ഹേർട്ട്. ചിലരങ്ങനെയാണ്, അവരവരുടെ ഈ വിഷമം മറയ്ക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ ഇരുന്നങ്ങ് ചിരിക്കും. ആ ചിരിയാണ് ഷാനവാസ് അവിടെ ചിരിച്ചതെന്നാണ് എനിക്ക് തോന്നി. ഏതായാലും ജയിലിൽ കൊണ്ടാക്കിയ ശേഷം ഇവർക്ക് അരി ഉഴുന്നു ആട്ടാനാണ് കൊടുക്കുന്നത്. ഇതിനിടയ്ക്ക് അവർക്ക് യൂറിൻ പോകണം, ബാത്റൂം പോകണം. എന്തിനാണെന്നറിയില്ല, ടോയ്ലറ്റ് പോകണം എന്ന് പറയുന്നു. ആ റിക്വസ്റ്റ് അനുസരിച്ചിട്ട് ബിന്നിയെ വിളിപ്പിക്കുന്നു. അപ്പോൾ ബിന്നി അവിടെ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഡേ ടൈമിൽ ലൈവ് സെക്ഷനിൽ എന്തെങ്കിലും സംസാരം അവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ടാവും, അവരുടെ ക്യാപ്റ്റൻസിയെ ബേസ് ചെയ്തിട്ട്. ഇവള് വന്നിട്ട് പറയുന്ന കാര്യം, ഞാൻ നല്ല ക്യാപ്റ്റനാണെന്ന് പറഞ്ഞാൽ തുറന്നു തരാമെന്ന്. അതെന്ത് വർത്തമാനമാണ് അത്? സ്വന്തം പവറിനെ മിസ്യൂസ് ചെയ്യുന്ന ഒരു പരിപാടിയല്ലേ അത്? അതൊരു വൃത്തികെട്ട സ്വഭാവമാണ്. അതിൻ്റെ കൂടെ വിമൺ കാർഡ് ഇറക്കുക. കള്ളി എന്ന് പറഞ്ഞാൽ നമ്പർ 1 കള്ളിയാണ്. അതിൻ്റെ തെളിവാണ് അവൾ അങ്ങനെ ഒരു ഡിമാൻഡ് വെച്ചത്. ആ ഡിമാൻഡിൻ്റെ സാരാംശം ഇത്രയേ ഉള്ളൂ, ഞാൻ വലിയ മഹത്തിയാണെന്ന് നീ അങ്ങോട്ട് പറഞ്ഞാൽ ഞാൻ തുറന്നു തരാം. പറ്റില്ല എന്ന് അനീഷും പറയുന്നു, ഷാനവാസും പറയുന്നു. അവിടെ തർക്കം മൂക്കുകയാണ്. ജെന്യുവിനായി അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വാഗ്വാദങ്ങൾ നമുക്ക് അംഗീകരിക്കാം. തുടക്കം വെച്ചത് ബിന്നി തന്നെയാണ്. നിന്റെ വീട്ടിലെ അടിമ സ്ത്രീകളെ പോലെ നീ എൻ്റെ അടുത്ത് സംസാരിക്കരുത് എന്ന് പറയുന്നിടത്ത് ഷാനവാസ് ഹേർട്ട് ചെയ്യപ്പെടുകയല്ലേ. അവൻ്റെ വീട്ടിലെ ഏത് പെണ്ണ അടിമ? അവൻ്റെ ഭാര്യയോ? ആ കുട്ടി വന്നപ്പോഴോ അമ്മ വന്നപ്പോഴോ ഈ പറയുന്ന ഉപ്പായ നീക്കി നിർത്തി കണ്ടോ? എന്ത് സ്നേഹമാണ് അയാൾക്ക് കുഞ്ഞിനോട്, എന്ത് സ്നേഹമാണ് ഭാര്യയോട്. ഒരു നിമിഷം കൊണ്ട് നമുക്കത് മനസ്സിലായെന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ആ വീട്ടുകാരെ പറ്റി പറയുമ്പോൾ അയാളുടെ കണ്ണ് നനയുന്നുണ്ടോ? ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ഫീലിംഗ് നമുക്ക് തോന്നുന്നുണ്ടോ? ആ കുടുംബത്തിനെ കണ്ട് അയാൾ പണ്ടാരടങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ സ്വന്തം കുടുംബത്തിൽ എൻ്റെ ഒരു സഹോദരൻ്റെ ഫീലിംഗാണ് എനിക്ക് ഷാനവാസിനെ കാണുമ്പോൾ തോന്നാറുള്ളത്. എന്താണെന്നറിയത്തില്ല, സത്യം. അത്രയ്ക്ക് പാവമാണ് അയാൾ. ചില നേരം കുത്തിത്തിരിപ്പം കൊണ്ട് ഇറക്കുന്നതിനപ്പുറം സത്യം പറഞ്ഞാൽ അയാൾ ഉറച്ചൊന്നും ശാസിച്ചു കഴിഞ്ഞാൽ അയാൾ വീണ് ചാവും. അത്രയേ ഉള്ളൂ അയാൾ. ആ മനുഷ്യനെ നോക്കിയിട്ടാണ് വിമൺ കാർഡ് ഇറക്കുകയാണ് ബിന്നി. നമ്മൾ സ്ത്രീകൾ എന്താണെന്ന് അറിയാത്തവരാണ് ഈ സ്ത്രീ കാർഡ് കൊണ്ടിറങ്ങുന്നത്. എന്ത് വൃത്തികെട്ട സ്ത്രീ ആയതുകൊണ്ടാണ് ബിന്നി വിമൺ കാർഡ് അവിടെ എടുത്തത്. അവിടെ എന്ത് വിമൺ കാർഡാണ്? ഉടനെ എല്ലാ എണ്ണവും കൂടെ വന്നിട്ട്
അതും ലക്ഷ്മിക്ക് കിട്ടിയതൊന്നും പോരാ. സാധാരണ ഒനിയിലുമായിട്ട് ലക്ഷ്മിക്ക് ഒരു തകരാറുണ്ട്. ഒനിലിന് ഇപ്പോൾ കുറച്ചുകൂടെ ദേഷ്യമുണ്ട്. ഫാമിലി വന്ന് പോയ ശേഷം കുറച്ചുകൂടെ ആയിട്ടുണ്ട്. കാരണം അമ്മ ബോധം കെട്ടൊക്കെ വീണെന്ന് കേട്ടപ്പോൾ മകനങ്ങ് ശരിക്കും നൊന്തു. മകൻ ചെയ്തെന്ന് മകൻ അറിയാത്തതുകൊണ്ടാണ്. പക്ഷേ ലക്ഷ്മി കുറച്ചുകൂടെ വിജിലൻ്റ് ആകണമായിരുന്നു. ഒരു തെറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് സംഭവിച്ചു, നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ട്, നമ്മുടെ ഇഗ്നോറൻസ് കൊണ്ട്. വീണ്ടും ആ തെറ്റ് നമ്മൾ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണമായിരുന്നു. പകരം ഇവക്ക് വേണ്ടിയിട്ട് അങ്ങ് ചാടി വീഴുക. ബിന്നിക്ക് വേണ്ടിയിട്ട്. ബിന്നിയാണ് അവിടെ കള്ളി, ബിന്നിയാണ് ശരിക്കുള്ള പ്രതി. പക്ഷെ ചാടി വീഴുകയാണ്. അതായത് കയ്യിലിരുന്ന മാവൊന്ന് കുടഞ്ഞു, അതിൽ 1-2 തുള്ളി ബിന്നിയുടെ പുറത്ത് വീണു. മുഖം കൊണ്ടുവച്ചവരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോന്ന് വിലക്കിയിട്ട് കേൾക്കാതെ ജയിലിൽ കിടക്കുന്നവർ അതിനകത്ത് പോയി പ്രൊവോക്ക് ചെയ്യേണ്ട കാര്യം എന്താ? ബിന്നിക്ക് ഒരു ക്യാപ്റ്റനല്ലേ, ചെയ്യാൻ പാടുള്ളതാണ്. അയാളെ കൊണ്ട് അത്രയും പ്രതിഷേധിക്കാൻ പറ്റുള്ളൂ. അയാൾ ആ പ്രതിഷേധം നടത്തി. എന്നിട്ട് ഇവള് തിളക്കിയാണ് കിടന്ന്. ആ തിളപ്പിന് കൂടെ വന്നിട്ട് ലക്ഷ്മി വിമൺകാട് എടിപൊടി എന്നെ വിളിക്കാൻ പറ്റുന്നത്. എൻ്റെ കെട്ടിയവനെ വിളി, എൻ്റെ കെട്ടിയവനെ കൊണ്ട് അവനെ താമസത്തിന് വരണമായിരുന്നടി. എടിയെന്ന് വിളിച്ചാൽ എന്താടി? എടിയല്ലേ നീ, ഇവന് എടായാണോ? സുന ഉണ്ടോ അവനക്ക്? അയാൾ പറഞ്ഞാൽ ഇപ്പം എന്താ കുഴപ്പം? സാധാരണ എനിക്ക് പെൺകുട്ടികളെ അങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്ന ഭയങ്കര ദേഷ്യം. പക്ഷെ ഇന്നത്തത് ആപ്റ്റായിരുന്നു എന്ന് തോന്നി. ഷാനവാസ് ചെയ്ത് ശരിയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കൊടുക്കട്ടെ രണ്ടും കൂടെ. പുറത്തായിരുന്ന അയാൾ നല്ല തെറിയും കൂടെ വിളിച്ചിട്ടുണ്ടാവുമായിരുന്നു. അതെന്ത് വർത്താനം? ഒരാൾക്ക് ബാത്റൂം പോകണമെന്ന് തന്നെ തുറന്നു കൊടുക്കണം. അത് നീ നല്ലവളാണെന്ന് പറഞ്ഞാൽ തുറന്നു കൊടുക്കുമെന്ന് പറയുമ്പോൾ എന്തോ ഇവളാണോ പണിഷ് ചെയ്യുന്നത്? ഇവളെന്തോ ഭയങ്കര അധികാരി പോലെ അങ്ങ് അഭിനയിക്കുക. പാണിഷ്മെൻറ്റ് ബോസിൻ്റെ സൈഡിൽ നിന്നൊന്നും. അപ്പുറത്തിരുന്നുകൊണ്ട് കുശുമ്പും കുഞ്ഞായും പറയണ അനുകുട്ടിയും മറ്റേ ആദിലയും നൂറയും കൂടെ. എന്തത്? അതിൽ വീട്ടുകാരെയൊക്കെ പറയണ ഷാനവാസൊക്കെ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു കുന്തോ മനസ്സിലായിട്ടില്ല, ഒരു കുന്തോ അറിഞ്ഞുകൂടാ. അനുമോൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിതയില്ലായിരുന്നു. അത് മിണ്ടാതിരിക്കാനുള്ള മാനസികത വലിപ്പം കാണിക്കണ്ടായോ? അവിടെ നിന്നുകൊണ്ട് അങ്ങ് പറയുക മെയിൽ വിഷയം പെണ്ണുങ്ങളുടെ കാട് ഇറക്കുക. എല്ലാ പെണ്ണുങ്ങളും കൂടെ ചേർന്നിട്ട് നടക്കൂലടികളെ. അത്തരം കാടും കൊണ്ടൊന്നും അവിടെ വരണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പം തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിഷേധിക്കാൻ നമുക്കാവത്തില്ല. അത് ജയിലിൽ പോലും പറ്റൂല. അപ്പോൾ അത് നടക്കത്തില്ല, തുറന്നു കൊടുത്തേ പറ്റുള്ളൂ. ആ ഷാനവാസ് ഇറിറ്റേറ്റ് ചെയ്തങ്ങ് കൊല്ലുകയാണ് ലക്ഷ്മിയെയും ഇവിടെ. ലക്ഷ്മി ഒരു ചെയറൊക്കെ പോയി എടുത്തിട്ട് ഇറിറ്റേറ്റ് ചെയ്യുകയാണ്. തിരിച്ചു ആ ഇറിറ്റേഷൻ കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യുന്നു അതിൻ്റെ തിരിച്ച് മറുപടി ഉണ്ടാകത്തില്ലേ? ലക്ഷ്മി അവിടെ പോയിരുന്ന് അവരെ ഇറിറ്റേറ്റ് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യുന്നു. അവിടെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കും, നീ പറ. അതൊന്നും തൻ്റെ ഇടമല്ല, അതൊന്നുമല്ല തൻ്റെ ഇടം. ഒരാൾ അങ്ങനെ പോയി ഇരുന്ന് ചെയറൊക്കെ ഇട്ടിരുന്ന് ഇറിറ്റേറ്റ് ചെയ്യുന്നില്ല തൻ്റെ ഇടം. വരുന്ന വഴിക്ക് ഒരാളുടെ അടുത്ത് സംസാരിക്കും, നിങ്ങളെ ഇവരെയൊക്കെ ജിഷയിൽ വിളിക്കുന്നുണ്ട്, അങ്ങോട്ട് പോ കിച്ചൺ ടീമിൽ. ആ ഒരു ദാഷ്ട്യം അത് മറ്റവർക്കും ഇഷ്ടപ്പെട്ടില്ല. എല്ലാവരും കൂടെ ചേർന്ന് എടുത്ത് ഉടുക്കുന്നുണ്ട്, അക്ബറും ഒനിലും എല്ലാം കൂടെ ചേർന്നിട്ട്. അങ്ങനെ അധികാര സ്വരമൊന്നും നീ എൻ്റെ അടുത്ത് സംസാരിക്കേണ്ടായിട്ടില്ല. സത്യമാണ്, അവിടെ തിരക്കണുണ്ട് കേട്ടോ നിങ്ങളെ. അതൊരു മര്യാദയുടെ ഭാഷയിൽ. ആ മര്യാദ ലക്ഷ്മി മറന്നുപോയി. ഇവരൊക്കെ പറയുന്ന കണക്ക് ലക്ഷ്മിക്ക് നല്ല ഷോവോനിസം ഉണ്ടെന്ന് തോന്നുന്നു എന്നങ്ങനെ എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് ദെൻ പിന്നീട് പെട്ടെന്ന് തന്നെ അവരുടെ ആ ക്യാപ്റ്റൻസിയിൽ നിന്ന് അവരെ റിമൂവ് ചെയ്യുന്നു, പുറത്തേക്ക് ഇറക്കുന്നു. ഇനി വന്നിരുന്നിട്ട് പിന്നെ അയാൾ ആ കാര്യം പറഞ്ഞു കൊടുക്കുന്നു. ഷാനവാസ് എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട്, എൻ്റെ പൊന്നു ലക്ഷ്മി കേൾക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ ഒന്ന് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ തോന്നുന്നു. ബിന്നി ഇതിനകത്ത് കളിച്ചത് അട്ടർ ഫേക്ക് ഗെയിമാണ്. ബിന്നി ഒരു മോശപ്പെട്ട ഗെയിമറാണ്. അത് മനസ്സിലാക്കാതെ ലക്ഷ്മി നിങ്ങളെന്തിനാ അത് പറഞ്ഞതെന്ന് ചോദിച്ചു. എന്ത് പറഞ്ഞത്? നീ ആണുങ്ങളെ കണ്ടിട്ടില്ല. അതൊരു ടോക്കല്ലേ? ആണുങ്ങളെ കണ്ടിട്ടില്ല എന്നുള്ള സത്യമല്ലേ? ഇമാതിരി തോന്നിയാസവും കുൽസിതവും കാണിച്ച് ഒലിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ആണുങ്ങളെ അവൾ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നത്? ഞാൻ നല്ലതാണെന്ന് പറഞ്ഞാൽ നല്ലത് എന്ന് പറയുന്ന ആണുങ്ങളെ അവൾ കണ്ടിട്ടുള്ളൂ. അത് നല്ലതുള്ളതുകൊണ്ടല്ല. ഇപ്പം ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ, എനിക്ക് എത്ര സ്നേഹമുള്ള ഒരുത്തനാണെങ്കിലും ഞാൻ ചെയ്ത പ്രവൃത്തി ശരിയല്ലെങ്കിൽ ശരിയല്ല എന്ന് പറയുന്നവനാണ് റിയൽ ഹീറോ. അല്ലാതെ എല്ലാത്തിനും എൻ്റെ എല്ലാ കാര്യങ്ങളും എസ് വെച്ചുകൊണ്ടിരിക്കുന്നതല്ല. ഇന്നലെയും ഞാൻ നടന്ന ഒരു ഇൻസിഡൻറ്റിൽ ഇവളും അനീഷുമായിട്ടുള്ള അടി നടക്കുമ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് നോബിൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നപ്പോൾ ഇവള് വന്ന് നോബിൻ്റെ അടുത്ത് പറയണം, നിനക്ക് ഇങ്ങനെ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരുന്നാൽ മതി. അതെന്താ? പിന്നെ അവൻ എന്ത് ചെയ്യണം? അവൻ്റെ കൂടെ പോയി അടി കൂടണോ? അതാണ് അവൾ ആഗ്രഹിക്കുന്നത്. ഷീ ഈസ് നോട്ട് ജെനുവൻ, ഷീ ഈസ് നോട്ട് ഓക്കെ, ഷീ ഈസ് റിയലി സാഡ്, ഷീ റിയലി സാഡ്. ലക്ഷ്മി വളരെ അറഗൻ്റായിരുന്നു. മോശം, വളരെ മോശം എന്നേ ഉള്ളൂ. വിമൺ കാർഡ് ഇറക്കാൻ യാതൊരു അധികാരവുമില്ല. അതിൻ്റെ ഇടയ്ക്ക് കുണുമോൾ വന്നിട്ടുണ്ട്. കുണുമോക്ക് 2 അടിയുടെ കുറവുണ്ട്, ആവശ്യമില്ല. അത് അലുവ കള്ളി അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് കുത്തിത്തിരിപ്പുണ്ട്. കാര്യങ്ങൾ അന്വേഷിച്ച് സംസാരിക്കുക, അന്വേഷിച്ച് പറയണം. അല്ലാണ്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെ വന്നിട്ട് ഇങ്ങനെ ചെയ്യരുതായിരുന്നു. അനുമോൾക്ക് ആലുവ കള്ളി നമ്മളെ വിളിച്ച ദേഷ്യമാണ്. എന്നിരുന്നാൽ പോലും ഈ അവസ്ഥയിൽ ഷാനവാസിനെ ഒറ്റപ്പെടുത്തുന്നത് ശരിയല്ല. സ്ത്രീ കാർഡ് ഇറക്കുന്ന ബിന്നിക്കൊപ്പം നിൽക്കുന്നത് തെറ്റാണ്. നോബിനെ പറഞ്ഞു എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട്. നോബിനെ പറയാനുള്ള കാരണം എന്താണെന്നും കൂടെ അന്വേഷിക്കണ്ടേ? അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. ഒന്നും മനസ്സിലാക്കാതെ കണ്ണുടച്ചെന്താ അതെന്ത് വർത്തമാനം? മതി, ഒരിക്കലും അത് ശരിയല്ല. ക്യാപ്റ്റൻസി നോമിനേഷൻ വന്നതിൽ ആദിലയാണെന്ന് തോന്നുന്നു മെയിനായിട്ടിരിക്കുന്നത്. ആദില നൂറയെ നോമിനേറ്റ് ചെയ്യുന്നു, നൂറ ആദിലയെ അതിൽ ഓൾവേസ് നൂറയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. തനിക്ക് ഭയങ്കര സ്നേഹമാണ്, നൂറയോടൊന്ന് കാണിക്കാനായിരിക്കും ഈ പേക്കൂത്ത് കാണിക്കുന്നതെന്ന് തോന്നുന്നു. എനിക്കത് ഫേക്കായിട്ടാണ് തോന്നിയത്.
നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങൾ കമൻറ്റിൽ എഴുതുക. ആൻഡ് ഇതിനകത്ത് ഈ ഒരു വിഷയം ഫ്രൈഡേ ഇഷ്യൂ സാറ്റർഡേ ഇഷ്യൂ ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഷാനവാസിനായിരിക്കും ചിലപ്പം ബിഗ് ബോസ് മേ ബി മോഹൻലാൽ തെറി പറയുക. പക്ഷെ അത് ന്യായമില്ലാത്ത കാര്യമാണ്. ഇതിനകത്ത് ബിന്നിക്കാണ് കൊടുക്കേണ്ടത്. ബിന്നിയെ പിടിച്ച് പുറത്താക്കുകയാണ്. വേറെ ഇറിറ്റേറ്റഡ് ക്യാരക്ടർ. ക്യാപ്റ്റൻസി ആയെന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ആയെന്നാണ് അവളെ വിചാരം. ഭയങ്കര അഹങ്കാരിയാണ് ബിന്നി എന്ന് എനിക്ക് തോന്നി. രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇത്രയും ക്യാമറ ഉള്ളൊരു വീട്ടിൽ ശുദ്ധ നുണ പറയുന്നു. ക്യാമറ എടുത്തു വെച്ച് മറ്റൊരത് റിപ്പീറ്റ് ചെയ്യത്തില്ലേ? സത്യം തന്നെ മോഹൻലാൽ അത് കാണിക്കണം. അതാണ് വേണ്ടത്. അതാണ് ന്യായം. സോ ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ഇടുക, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്